വിമർശിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് അങ്ങനെ ഇൻസ്റ്റഗ്രാം തൂക്കി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി 100 മില്യൺ കടക്കുന്ന ആദ്യ ലോക നേതാവായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കൂടി. നിലവിൽ 105 മില്യൺ പിന്നിട്ടു ഫോളോവേഴ്സിന്റെ എണ്ണം. എങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചു എന്നല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ CJP സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പങ്കുവച്ച റീൽസ് വീഡിയോ ഓർമ്മയുണ്ടോ? फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए ഈ ഒരു വീഡിയോ വന്നപാടെ എന്ത് ഫ്രെയിമാണ് ഇതെന്നും ഒരു പ്രധാനമന്ത്രിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ പോലും ആരുമില്ലേ എന്നൊക്കെ ചിലർ കളിയാക്കിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ വൻതോതിൽ വൈറലായതോടെയാണ് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 40 ലക്ഷത്തിലധികം പുതിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഈ ഒരു വീഡിയോ വൈറലായതിന് പിന്നാലെ ജെൻസികൾക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും പ്രധാനമന്ത്രി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. थैंक यू फ्रेंड्स. कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए. ഈ ഒരു വീഡിയോയ്ക്കും റെക്കോർഡ് വ്യൂസ് ആണ് ലഭിച്ചത്. ഇൻസ്റ്റഗ്രാം റീലുകൾക്കും യൂട്യൂബ് ഷോർട്സുകൾക്കും വേഗത്തിൽ പ്രചാരം നൽകുന്ന അൽഗോരിതം തന്ത്രപരമായി ഇവിടെ പ്രയോജനപ്പെടുത്തി. ഒരു വീഡിയോ കോടിക്കണക്കിന് ആളുകൾ കാണുമ്പോൾ സ്വാഭാവികമായും പ്രൊഫൈൽ സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഫോളോവേഴ്സിന്റെ എണ്ണവും ഒറ്റയടിക്ക് ഉയരും. സാധാരണ പത്രക്കുറിപ്പുകൾക്കോ പത്രസമ്മേളനങ്ങൾക്കോ പകരം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ഓഡിയൻസ് എന്ന രീതിയാണ് ഇവിടെ വിജയം കണ്ടത്. ഈ ഒരു വീഡിയോ ഒരു ഒറ്റപ്പെട്ട പരീക്ഷണമല്ല എന്നും സർക്കാരിന്റെ ആശയവിനിമയ രീതിയിലെ വിശാലമായ മാറ്റത്തിന്റെ സൂചനയാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നു. മോദിയുടെ ഇത്തരം വീഡിയോകൾക്ക് കോടിക്കണക്കിന് വ്യൂസ് ലഭിച്ചതിന് പിന്നാലെ പരമ്പരാഗത പത്രക്കുറിപ്പുകളെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കാൻ കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ഇൻസ്റ്റഗ്രാമിൽ 2ാം സ്ഥാനത്തുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 43.2 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. അതായത് ട്രംപിനേക്കാൾ 2 ഇരട്ടിയിലധികം ഫോളോവേഴ്സാണ് മോദിക്ക് നിലവിലുള്ളത്. ഇന്ത്യയിലെ മറ്റ് മുൻനിര രാഷ്ട്രീയ നേതാക്കളെക്കാളും ബഹുദൂരം മുന്നിലാണ് മോദി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് 16 മില്യണിലധികവും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 12.6 മില്യണും ഫോളോവേഴ്സാണ് ഉള്ളത്. മനസ്സിലായില്ലേ മോദി എത്രത്തോളം ബഹുദൂരം മുന്നിലാണ് ഉള്ളതെന്ന്?